എന്നത്തേലും വ്യത്യസ്തമായിട്ട് നിറച്ച് സാധനവും ട്രോളി ബാഗും ഒക്കെ ആയിട്ടിരിക്കുവാണ്. നമ്മൾ നാട്ടിൽ പോവാണ്. അവൻ നാട്ടിലോട്ടുള്ള പാക്കിങ്, ഡ്രസ്സും സാധനമെല്ലാം എടുത്തു വെക്കുന്നതിൻ്റെ ഒരു പാക്കിങ് വീഡിയോ ആണ് ഇന്നത്തെ. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയോ കൊണ്ടുവന്നതാണ്. നിറച്ച് സാധനമുണ്ട്. കാരണം നമുക്കൊരു കല്യാണം വരുന്നുണ്ട്, എൻ്റെ കസിൻ്റെ കല്യാണമാണ്. അപ്പൊ അതിന് പോകുന്നതുകൊണ്ട് നമുക്ക് ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്, എല്ലാ പ്രാവശ്യം പോകുന്നതിനെക്കാട്ടിലും. അപ്പൊ ഓരോന്നായിട്ട് ഇങ്ങനെ എല്ലാം എടുത്തു വെക്കുവാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ ഒരു ബ്ലൂ കളറിലെയോ ബ്ലാക്ക് കളറിലെയോ എന്തെങ്കിലും ഒരു ജീൻസ് എടുത്തു വെക്കും. കാരണം എല്ലാത്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഇടാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെ ഒരെണ്ണം എടുത്തു വെക്കും. പിന്നെ എന്താ കല്യാണത്തിന് പ്രമാണിച്ചുള്ള കുറച്ച് ഡ്രസ്സൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നാട്ടിൽ പോയിട്ട് കുറേ പർച്ചേസിങ്ങൊക്കെ ഉണ്ട്. നമ്മൾ സാരിയൊന്നും ഇതുവരെ മേടിച്ചിട്ടില്ല. അതിൻ്റെയൊക്കെ വീഡിയോ വരുവേ. ഞാൻ ഇതുപോലെ ഡ്രസ്സുകൾ നിൽക്കുന്നത് ഇങ്ങനെ കവറിലാക്കിയാണ് അടുക്കി വെക്കും. നേരത്തെ തന്നെ അലമാരി ഞാൻ വെക്കുന്നത് അങ്ങനെയാണ്. അപ്പം കുറച്ചുകൂടെ എനിക്ക് തോന്നുന്നു നമ്മൾ ഓരോന്നും വലിച്ചെടുക്കുമ്പോൾ താഴോട്ട് പോകത്തില്ല. ഇതൊക്കെ എനിക്ക് എടുക്കുമ്പോഴാണെങ്കിലും എളുപ്പമാണ്, നേരെ എടുത്ത് വെച്ചിട്ടാണ് മതി. ഇതെല്ലാം ഇതിനകത്ത് കൊള്ളുമോ എന്നുള്ളതാണ് സംശയം. അപ്പം ഞാൻ നല്ല ഡ്രസ്സ് കുറച്ചെണ്ണം ഞാൻ എടുത്തു വെച്ചു. കഴിക്കുന്ന അത്യാവശ്യം വേണ്ട എല്ലാം എടുത്തു വെക്കും. കാരണം നമ്മൾ പിന്നെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇതും കൂടെ എടുക്കേണ്ട ആരെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. അപ്പം ഞാൻ അത്യാവശ്യം വേണ്ടെന്ന് എല്ലാം എടുത്ത്. അപ്പം നല്ല ഡ്രസ്സുകൾ കുറച്ച് ഇത്ര എടുത്തിട്ടുണ്ട്. നമുക്ക് നാട്ടിലും കുറച്ച് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എന്താ ഒരു വൈറ്റ് പലാസോയോ അല്ലെങ്കിൽ ഒരു വൈറ്റ് ലെഗിൻസും ഒക്കെ എടുത്തു വെച്ചു. കാരണം അതുപോലെ ഒരു ബ്ലാക്ക് കളറിലെ ഒരു ലെഗിൻസ് നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാൻ പറ്റും. നമുക്ക് മാച്ച് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് മാച്ച് ആണല്ലോ. അപ്പോൾ ഒരു വൈറ്റ് കളറിലെ ആണെങ്കിൽ പലാസോയും രണ്ടെണ്ണം ഉണ്ട്, രണ്ടും എനിക്ക് വേണം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ പോകുമ്പോൾ ഇങ്ങനെ ഒരു വൈറ്റും ഒരു ബ്ലാക്കും എപ്പോഴും എടുത്ത് വെക്കണം. നല്ല നമുക്ക് ഏതിൻ്റെ കൂടെ വേണമെങ്കിലും ഒന്ന് മാച്ച് ചെയ്തിടാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ അങ്ങനെ മൂന്ന് ഒരു പലാസോയും ഒരു ലെഗിൻസും ഇതൊരു വൈറ്റ് ലെഗിൻസ് അത് വെക്കുന്നുണ്ട്. പിന്നെ ഇതൊരു ടോപ്പാണ്. ഇതെല്ലാം എടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ എവിടെ വെക്കും എന്ന് അറിയില്ല, ഇത്രയും സ്പേസേ ഉള്ളൂ. അങ്ങനെ അതെല്ലാം വെക്കുവാണ്. ഇതടയോ എന്തോ ഈശ്വര. ഇനിയുണ്ട് കുറേ സാധനം. ഇതും ഒരു ടോപ്പാണ്. ഞാനാ പോകുമ്പം ഇടാനുള്ള സാധനമെല്ലാം ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇനിയും എൻ്റെ ഇത് പോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. കമ്മലും അങ്ങനത്തെ സാധനമെല്ലാം ബോക്സിലാക്കിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഒരു പേഴ്സ് ഉണ്ട്. ബാഗ് ഞാൻ ഇതാ കൊണ്ടുപോകുന്നത്, ചെറുതാ. അപ്പം ചെറിയ ബാഗ് ആയതുകൊണ്ട് ഇതിനകത്ത് പേഴ്സ് വെക്കാൻ പറ്റും. എന്നാലും പേഴ്സ് ഞാൻ തന്നെ ഇവിടെ വെക്കുവാണ്. അതിനകത്ത് എപ്പോഴും എടുക്കേണ്ട അത്യാവശ്യ സാധനമൊന്നുമില്ല. പിന്നെ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് എല്ലാം ഇതിനകത്ത് വെക്കുവാണ്. ഇതിനകത്തോട് തന്നെ എൻ്റെ ഈ യാത്രിയുടെ റോളർ യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതും പിന്നെ എൻ്റെ എൻചാൻഡറിൻ്റെ സ്പ്രേ, ഇത് എൻചാൻഡർ അല്ല പാർക്കനെങ്കിലും അതും കൂടെ വെക്കുവാണ്. അതും കൂടെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. സ്പേസ് ഇല്ലാന്ന് തോന്നുന്നു. അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി ഈ ബാഗിനകത്ത് ഞാൻ പ്രാവശ്യം ചെറിയ ബാഗ് എടുക്കുന്നുള്ളൂ. ബാഗിനകത്ത് എപ്പോഴും ഞാൻ ഇതുപോലെ 2 പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട്. കാരണം ആദ്യത്തെ ട്രാവലിംഗ് സിക്നസ് ഉണ്ട്, വൊമിറ്റ് ചെയ്യാനൊക്കെ ഉള്ള ഇത് ഉണ്ടായിരുന്നതാണ്. അപ്പം ഞാൻ എപ്പോഴും ഇതുപോലെ 2 കവറും അതുപോലെ ഇങ്ങനെ ടവലോ എന്തെങ്കിലും ഒരു തുണിയും ഒക്കെ കൂടി ഇതിനകത്ത് വെച്ചേക്ക്. പിന്നെ എൻ്റെ ഈ ബാഗിനകത്ത് അതുപോലെ ഞാൻ എപ്പോഴും ഉണ്ടോ ഇങ്ങനെ ഒരു ബുക്കും പേനയും വെച്ചിട്ട് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഞാൻ എഴുതിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പം ഇത് വെച്ചിട്ടും ഇതാണ് എൻ്റെ അച്ഛൻ്റെ കട. നാട്ടിൽ എൻ്റെ അച്ഛനെ ഗ്രോസറി ഷോപ്പ് പലചരക്ക് കടയാണ്. അപ്പം അവിടുന്ന് എടുത്തോണ്ട് വന്ന സാധനം അത് ഞാൻ ഏത് നേരം ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതാനായിട്ട്. അപ്പം ബാഗിൽ ഇതൊക്കെ ഉള്ളൂ. പിന്നെ ഫോണും. ഇനി പിന്നെ എന്താ ഇതുപോലെ 2 ചെറിയ ടവല് പോലെ എന്തെങ്കിലും ടർക്കി പോലത്തെ ആയിട്ട് അതുകൊണ്ട് ഞാൻ വെച്ചേക്കും. എന്തിനേലും നമുക്ക് ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ തുടയ്ക്കാൻ എന്തെങ്കിലും കാര്യത്തിന് വേണമെങ്കിൽ. അങ്ങനെ എൻ്റെ ഡ്രസ്സെല്ലാം പാക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇടയ്ക്ക് ഞാൻ പോയിച്ചിട്ട് വെള്ളമൊക്കെ കുടിച്ചിട്ട് വന്നതാണ്. പിന്നെ ഞാൻ ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് റീഅറേഞ്ച് ചെയ്തായിരുന്നു കേട്ടോ. കാരണം ഞാൻ നോക്കിയപ്പോൾ ഇതുകൂടെ വെച്ച് കഴിയുമ്പോൾ അടയുകയെല്ലാന്ന് എനിക്കൊരു സംശയം. അപ്പം ഞാൻ ഇതെല്ലാം ഒന്നുകൂടെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദ്യക്കുട്ടൻ്റെ ഡ്രസ്സ് പാക്ക് ചെയ്യാൻ പോവാണേ ഈ സൈഡിൽ. അപ്പം ഫസ്റ്റ് ആദ്യക്കുട്ടന് ഇതൊരു മുണ്ടും ഷർട്ടും ആട്ടോ. പിന്നെ ഇതുപോലെ ഇതൊക്കെ ഡ്രസ്സാണ്. ഇതൊക്കെ കല്യാണത്തിന് ഇടാനുള്ള ഡ്രസ്സ്. ഒന്ന് ആദ്യക്കുട്ടൻ്റെ ബ്ലൂ, ഇത് എൻ്റെ അനിയത്തിയുടെ മോൻ. ഇവർ രണ്ടുപേർക്കും ട്വിന്നിങ് ചെയ്യാൻ വേണ്ടിയിട്ട് സെയിം ഡ്രസ്സ് ഡിഫറെൻറ്റ് കളർ, 2 കളർ.
അപ്പൊ ഇതാണ് 2 പേരുടെ ഡ്രസ്സ്. ആദ്യത്തെ തന്നെ ഞാൻ ഇങ്ങനത്തെ സ്പേസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി ഇവന് അവിടെ ചെന്നിട്ട് വേറെ കുറച്ച് ഡ്രസ്സുകൾ വാങ്ങണം. അതുകൊണ്ട് ഞാൻ ഒത്തിരി എടുത്തുകൊണ്ട് പോകുന്നില്ല. ആദ്യയുടെ വീട്ടിലിടാൻ വേണ്ടിയിട്ട് വേണം പോകുന്നത്. അപ്പൊ അതൊക്കെ ഇതിന്റെ മണ്ടയ്ക്കകത്ത് വെച്ചു. പിന്നെ കുറച്ച് ടീഷർട്ടും പാൻസും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ആദ്യം എനിക്ക് തോന്നുന്നു വീട്ടിലിരുന്നേം കൂടി ഇതിനകത്ത് വെക്കാൻ പറ്റും. സ്പേസ് ഉണ്ട്, നല്ല സ്പേസ് ഉണ്ട്. ഓക്കെ, പിന്നെ അതെ അതിൻ്റെ ഒരു തൊപ്പി, ക്യാപ്പ്, സോക്സ് താഴെ പോയി. ഓക്കെ, ആദ്യപ്പെട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അടച്ചു നോക്കാം ഇത്. ഇനിയുണ്ട് കുറേ ടോയ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മള് ഇപ്പൊ അവന്റെ വെക്കേഷൻ ആയിട്ട് പോലെ ഇപ്പൊ ഞങ്ങള് കുറച്ച് നാൾ മെയ് വരെ മേബി ഞാൻ ആനക്കുട്ടിന് അവിടെ നിൽക്കാനുള്ള ഒരു പ്ലാനാണ്. ടോയ്സ് ഒക്കെ എടുത്തില്ലെന്നുണ്ടെങ്കിൽ ശരിയാവത്തില്ല. അപ്പൊ അതൊക്കെ ഇനി വേറെ വെക്കണം. ഓക്കെ, അപ്പൊ ഇനി ഇത് നമുക്കൊന്ന് അടച്ച് നോക്കാവേ. ഇത് അടയ്ക്കാൻ എനിക്ക് വലിയൊരു പാടാണ്. അങ്ങനെ നമ്മുടെ മെയിൻ ഡ്രസ്സുകളെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞ് സമാധാനം. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു പരിപാടി നോക്കി നടന്ന് ഇങ്ങനെ എല്ലാം എടുത്ത് വെക്കണം. ഇനി നമ്മൾ പോകാൻ 2-3 ദിവസം കൂടെ ഉണ്ട്. നേരത്തെ അങ്ങ് ചെയ്താൽ കൂടുതൽ സാധനം ഉള്ളത് നമ്മൾ നേരത്തെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒന്നും മിസ്സാവാതെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെ എല്ലാം പാക്ക്. ഇനിയിപ്പോൾ വീട്ടിലിടുന്ന സാധനങ്ങൾ അത് ഏതെങ്കിലും ഒരു ബാഗിലാക്കണം. ആദ്യക്കൂട്ടതേയുണ്ട്. പിന്നെ ഹസ്ബൻഡിന്റെ ഞങ്ങൾ പിന്നെ ചെയ്യും. വന്നിട്ട് ഓഫീസിൽ നിന്ന് വന്നിട്ട് ചോദിച്ചിട്ട് എടുത്തോളൂ. ഞാൻ തന്നെ എടുത്ത് വെച്ച് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വേണ്ടത് ചിലപ്പോൾ കൊണ്ടുപോകാതെ ഒക്കെ ഇരിക്കും. പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ബാഗ് ആദ്യക്കൂട്ടന്റെ ബാഗാണ്. അതിനകത്ത് ഞാൻ അങ്ങനെ എക്സ്ട്രാ ഒരു ജോഡി ഇടുന്നതല്ലാത്തൊരു ഡ്രസ്സും, കാരണം എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ വോമിറ്റ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊന്നും മാറാൻ വേണ്ടി ഇതിനകത്ത് കൊണ്ടുപോയിട്ട് കുറെ കൂടെല്ലാം ഉണ്ട്. അത് പിന്നെ അവന്റെ വെള്ളം, പിന്നെ എന്തെങ്കിലും സ്നാക്സ് ആയിട്ട് എന്തെങ്കിലും ഒന്ന് ഇടയ്ക്ക് ചോദിക്കുവാനും കൊടുക്കാനും, അങ്ങനെ ഇതിന്റെ ആളുകളുടെ സൺഗ്ലാസ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ കൂടെ ഇങ്ങനെ ഒരു ബാഗിൽ കൂടെ വെക്കുന്നത്. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പോകുന്ന നമ്മുടെ ട്രിപ്പായിരിക്കും. അപ്പം വീഡിയോ കാണണം. എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഒരു കമന്റ് കൂടെ ഇടണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.